അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ റേഷൻ കടയിലെ പുഴുങ്ങൽ അരി വെച്ചിട്ട് തേങ്ങച്ചോറാണ് ഉണ്ടാക്കുന്നത്. റേഷൻ അരി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. റേഷൻ അരിക്കും മറ്റേ മട്ട അരി അതുപോലത്തെ അരിക്കും വേണ്ട വെള്ളമൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയെടുത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. ഒരു ചെറിയ ഉള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് അരിക്ക് ഞാൻ 6 കപ്പ് വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. അത് റേഷൻ അരി ആയതുകൊണ്ടാണ് 6 കപ്പ്. നിങ്ങൾ മട്ട അരിയോ മറ്റ് വേറെ ഏതരിയോ എടുക്കുന്നെങ്കിൽ 1 കപ്പിന് 2.5 കപ്പ് ടോട്ടൽ വെള്ളം എടുക്കും. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് വെച്ച് കൊടുക്കാം. തിളച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളക്കുമ്പോൾ തന്നെ നല്ല മണം വന്ന് തേങ്ങേൻ്റെ ഉള്ളിൻ്റെ ഒക്കെ പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഫുൾ തീ വെക്കാം. അതിന് ശേഷം തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. തുറന്നിട്ട് വെള്ളം വറ്റിയൊന്ന് നോക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് തീ കുറച്ച് വെക്കാം. തീ കുറച്ചിട്ടുണ്ട്. അതിനെ അടിച്ച് വെച്ചിട്ട് വേവിക്കാം. തുറന്ന് നോക്കാം. ചോറ് ആയിട്ടുണ്ട്. ഇത് വേവാൻ വേണ്ടി ഫുൾ ഫ്ലെയിമിൽ ഞാൻ 10 മിനിറ്റ് വെച്ച് വെള്ളം വറ്റിയതിന് ശേഷം 15 മിനിറ്റാണ് എടുത്തത്. ഇത് റേഷൻ അരി ആയതുകൊണ്ടാണ് അങ്ങനെ 25 മിനിറ്റ് കൊണ്ട് വെന്തത്. വേറെ അരിയാണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. എന്തായാലും മറ്റേ അരിക്ക് കൂടുതൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ വെള്ളം വറ്റിയതിന് ശേഷം തീ കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. തേങ്ങച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറും കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ചിക്കനോ ബീഫോ മട്ടനോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ പരിപ്പ് കറിയായാലും മതി. നല്ല ടേസ്റ്റാണ്. ഇതാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.